ലക്ക് എങ്ങനെ എപ്പോൾ വരുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. കാലിഫോർണിയയിലെ ബോണി ബ്രൗൺ എന്ന് പറഞ്ഞൊരു ലേഡി കല്യാണം കഴിഞ്ഞ് 21 വർഷമായി, 2 പെൺകുട്ടികളുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ബോണിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ഡിവോഴ്സ് ചോദിക്കാൻ. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്ന ബോണി, കാരണം കല്യാണം കഴിഞ്ഞ് ഒരു ജോലിക്കും പോയി വീട്ടു ജോലികൾ മാത്രം നോക്കിയിരുന്ന ബോണിക്ക് ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കയ്യിലുണ്ടായിരുന്നതും വീട്ടിലുണ്ടായിരുന്നതും എല്ലാം വിൽക്കാൻ തുടങ്ങി. അവസാനം ബോണിയുടെ 2 പെൺകുട്ടികളെയും കൊണ്ട് ബോണിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. ആകെ കയ്യിലുണ്ടായിരുന്ന $100 കൊണ്ട് ഒരു മസാജ് കോഴ്സ് പഠിക്കാനായിട്ട് പോകുമായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. അവിടെയുള്ള എംപ്ലോയീസുകൾക്ക് ദിവസം മസാജ് ചെയ്ത് കൊടുക്കണം. വീക്കിലി $4.15 ആയിരുന്നു ജോലിയുടെ ശമ്പളം. കൂടെ ആ കമ്പനി ചെറിയൊരു ഓഫറും കൂടി കൊടുത്ത് ആ കമ്പനിയുടെ കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ട് ബോണിക്ക് കൊടുക്കുമായിരുന്നു. ആദ്യം ബോണിക്ക് അവിടെ പോകണോ വേണ്ടിയോ എന്ന് 2 മൈൻഡായിരുന്നു. പക്ഷേ വീട്ടിൻ്റെ സാഹചര്യം നോക്കി ഏതെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ബോണി അവിടെ ജോലി ചെയ്യുകയാണ്. അങ്ങനെ കമ്പനിയും മെല്ലെ മെല്ലെ ഗ്രോ അപ്പ് ചെയ്യുകയാണ്. 5 വർഷം കഴിഞ്ഞ് 2005 ആ കമ്പനിയുടെ വർത്ത് ബില്യൺസ് ആയിരുന്നു. അന്ന് ബോണിക്ക് ആ കമ്പനി കൊടുക്കുന്ന സ്റ്റോക്കിൻ്റെ വർത്ത് മില്യൺസ് ആയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ബോണി ബ്രൗൺ മില്യനറായി. 5 വർഷം മുമ്പ് ബോണി ബ്രൗണിന് ജോലി കൊടുക്കുന്ന കമ്പനിയുടെ പേര് ഗൂഗിൾ ആയിരുന്നു.